അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഫോഴ്സ് ഉപയോഗിച്ചാലേ നമുക്കിത് കിട്ടുള്ളൂ. മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് റിസ്ക് നമ്മൾ ഇങ്ങനെ ഒരു നമ്മളിത് വെള്ളം ലോഡാക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായൊരു പണി. ഇതാണ് പണി. ഏമ്പക്കം വരെ വന്നു ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. ഇതിനുള്ളിൽ കയറി കിടക്കണ്ടേ. ഈ മൈക്കുണ്ടെങ്കിൽ നമ്മൾക്ക് കേൾക്കണം കേട്ടാ. ഇന്നലെ രാത്രി പെയ്ത മഴയാണ്. ഇത് കണ്ട അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളെ പാടത്ത് മൊത്തം വെള്ളം കയറി. നമ്മളെ കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം കണ്ട നമ്മളെ വൈക്കോലാണ് ഇത്. നമ്മൾ കൊടുത്തതാണ്, പക്ഷേ അവർ ഇന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇന്നലെ രാത്രി അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തപ്പോൾ കണ്ടില്ല ഒരുപാട് വൈക്കോൽ. ഏകദേശം അത് ആ ഒരു ഭാഗത്ത് 40,000 രൂപേൻ്റെ വൈക്കോൽ തന്നെ ഏകദേശം പൈസ ഒക്കെ തന്നതാണ്. എന്നാലും പിന്നെ വെള്ളത്തിലായി പോയി. ഉണക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കരയിലിട്ട് ഉണക്കി അത്രയും നല്ല രീതിയിൽ സെറ്റാക്കിയാണ്. അപ്പോൾ ഏതായാലും പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ താഴത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. കണ്ട നമ്മൾ ഉദ്യാനപാതൻ്റെ മുകളിൽ കൂടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ചിറ കെട്ടിയിട്ടുണ്ട്. ചിറ നമ്മൾ ഇന്നലെ രാത്രി ഒരു 12 മണി കണ്ടുകൊണ്ട് നമ്മൾ അവിടെ മൊത്തം പിന്നെ ചിറ നമ്മൾ അയച്ചു വിട്ടു. എന്നാലും പിന്നെ ബാക്കിയുള്ള ചിറയും കൂടി നമുക്കത് ഫുള്ള് അയച്ചു മാറ്റണം. പിന്നെ ഇനി അഥവാ ഈ മരത്തിൻ്റെ വലിയ തടികളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറ്റ കച്ചറകൾ മൊത്തം വന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേറെ വലിയ പ്രശ്നമായിരിക്കും. അപ്പോൾ ഇത് വെള്ളപ്പോൾ രാവിലെ അത് രാത്രി പെയ്ത മഴയാണ്. ആ ഒറ്റ രാത്രി കൊണ്ട് പെയ്ത മഴക്കാണ് ഇത്രയും വെള്ളം കയറിയിട്ടുള്ളത്. ഈ സൈഡിലൂടെ കണ്ടില്ല വെള്ളം നല്ല രീതിയിൽ ഒഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പാലത്തിൻ്റെ മുകളിലൊക്കെ നമ്മൾ ജൂണിലുണ്ടായ പ്രളയത്തിൻ്റെ ഫസ്റ്റ് മഴ എങ്ങനെയാണോ അതുപോലെ കണ്ട ആ മുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലും വെള്ളം അത്രയും വെള്ളം കവിഞ്ഞ് ഒഴുകിയിട്ടുണ്ട്. കണ്ട നല്ല രീതിയിൽ പെരും വെള്ളമാണ്. മീൻ അത്യാവശ്യം കയറുന്നുണ്ട്. അത്യാവശ്യം നല്ല കച്ചറകളും കയറുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇവിടെ മൊത്തം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇന്നലെ രാത്രിക്കത്തെ മഴ മാത്രമാണിത്. വൈകിട്ട് മഴ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്ര ഒന്ന് വെള്ളത്തിൻ്റെ ഈ തോടിൻ്റെ പകുതി മാത്രം വെള്ളമുള്ളായിരുന്നു. ഇത് കണ്ട ഇത് നമ്മളെ വൈക്കോല് നമ്മളിപ്പോൾ തൂളുണ്ടല്ലോ അടിച്ച് കഴിഞ്ഞതിന് ശേഷം തൂട് നമ്മൾ ഉണക്കിട്ടതാണ്. ഇതിൽ കുറച്ച് നെല്ല് കാര്യങ്ങളൊക്കെ നമുക്ക് ചേരാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. പക്ഷെ അത് മഴ പെയ്തുകൊണ്ട് അത് നമുക്ക് പോയി. ഭാഗ്യത്തിന് നമുക്ക് നെല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ ചാക്കിലാക്കി നമ്മളെ പിന്നെ ഷെഡിൻ്റെ അവിടെ നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും പ്രതീക്ഷിക്കുന്നു. കൂടുതലും മഴ വെള്ളം കയറുകയാണെങ്കിലും ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കണം. അപ്പോൾ ആ ചാക്കും നെല്ലൊക്കെ നമ്മൾ മാറ്റി പിന്നെ ഇതാക്കണം. കയറ്റുമതിക്ക് നമ്മളിപ്പോൾ ടൈം ആവണേ ഉള്ളൂ. നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്, സപ്ലൈകോക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ബുക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്തു കൊണ്ടാകാൻ ടൈം ആവണേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ട വെള്ളം ആ വീടിൻ്റെ സൈഡിലൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിനി പിന്നെ ചിറ നമുക്ക് അയച്ച് ഫുള്ള് ക്ലിയർ ആക്കണം. വൈക്കോലാണ് അത് ആ ഒരു പാടത്ത് മൊത്തം കയറിയിട്ടുണ്ട്. നമ്മളെല്ലാ കൊയ്ത്തും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 5 ഏക്കർ നമ്മൾ കൊയ്തിട്ടുണ്ടായിരുന്നു. അത് മൊത്തം ഇപ്പോൾ ചാക്കിലാക്കിയിട്ടുണ്ട്. പക്ഷേ വൈക്കോല് നമുക്ക് കയറ്റാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഉണക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത്തിരി കൂടി ഒന്ന് ഉണങ്ങാനുണ്ടായിരുന്നു. ഒരു ദിവസത്തെ വേലും കൂടി കിട്ടുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പിന്നെ കയറ്റി അയക്കുന്നു. അത് നമ്മൾ കൊടുത്തതാണ്, പക്ഷെ അത് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ഒരിക്കൽ ഇന്ന് വരാമെന്ന് പറഞ്ഞാണ്. ഇന്ന് വന്നപ്പോൾ ഇതാണ് ഈ അവസ്ഥയാണ്. കർഷകരെയും അതുപോലെ തന്നെ നാക്കാലികളൊക്കെ വളർത്തുന്ന ആൾക്കാരൊക്കെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ചിലപ്പോൾ നഷ്ടം ഉണ്ടാവും, ചിലപ്പോൾ നല്ല രീതിയിൽ ലാഭം ഉണ്ടാവും. എല്ലാം അതിനനുസരിച്ച് നമ്മൾ തരണം ചെയ്തുകൊണ്ട് പോകണം. അപ്പോൾ ഇനി നമുക്ക് ചിറയിച്ച് ഫുള്ള് സെറ്റാക്കണം. മഴ പെയ്ത ഒരുപാട് ആൾക്കാർ തേങ്ങ പിടിക്കാൻ ഇതിനൊക്കെ ഉണ്ടാവും. ഇവിടെ പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ തേങ്ങ പിടിക്കുകയാണ്. ഒരു ചാക്കോളം തേങ്ങ ഇവിടെ കിട്ടിയിട്ടുണ്ട്. 2 ചാക്ക് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അതാണ് വലിയ രസം. കച്ചറ നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കച്ചറ മൊത്തം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പിന്നെ ഈ പാലം എടുത്ത് ഒഴിവാക്കുന്നത്. തേങ്ങ കിട്ടിയാ പ്ലാസ്റ്റിക്കാ? പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ തേങ്ങയും പ്ലാസ്റ്റിക്കും എല്ലതും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കവിഞ്ഞിക്കാണ്ടാണ് വെള്ളം പോകുന്നത് കണ്ടില്ലേ. പാലത്തിൻ്റെ മുകളിലൂടെ വെള്ളം ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഭാഗത്തെ ചിറകളെല്ലാം നമ്മൾ അയച്ചു. പിന്നെ അതിൽ കൂടി പോകാനുള്ള വെള്ളമേ ഉള്ളൂ. പക്ഷേ ഓവർ വെള്ളം മലമുകളിൽ നല്ല രീതിയിൽ മഴ പെയ്തിട്ട് നല്ല രീതിയിൽ ഓവർഫ്ലോ വരുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തം നമ്മൾ എടുത്ത് ഒഴിവാക്കണം. മാക്സിമം ഇത് വെള്ളങ്ങൾ ചണ്ടികൾ കുടുങ്ങുമ്പോഴാണ് വെള്ളത്തിന് പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അത് താൽക്കാലികം നമ്മളിത് മാറ്റി ഒഴിവാക്കുകയാണ്. അപ്പോൾ കേട്ടാ മുള്ളൻപുല്ലി
നമ്മൾ അടുത്ത പലക നടക്കാൻ പോവാണ്. ഇത് ഹെവി വെയിറ്റ് ആണ്, അത്യാവശ്യം നല്ല ടണ്ണ് കണക്കിന് വെയിറ്റ് ഉണ്ടാവും. കാരണം വെച്ചാല് ഈ ലോഡ് മൊത്തം താങ്ങേണ്ടത് ഈ പലകമ്മലാണ്. അപ്പൊ എങ്ങനെയായാലും ഇത് വലിച്ചു കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ് ഇപ്പൊ ഇത്. കാരണം വെച്ചാൽ മറ്റേതെടുത്ത മാതിരിയല്ല, സൈഡിൽ കൂടി വെള്ളം പോയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് തള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഫോഴ്സ് ഉപയോഗിച്ചാലേ നമുക്കിത് കിട്ടുള്ളൂ. മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് റിസ്ക് ആണ്. റിസ്ക് നമ്മൾ എങ്ങനെയായാലും അപ്പൊ ചെറ നമ്മൾ അയച്ചാൻ പോണേ. കുറച്ച് റിസ്ക് ഉണ്ട് പരിപാടി. അപ്പൊ ചെക്കന്മാരൊക്കെ ഉണ്ട്, എന്താ ഇറങ്ങണ്ട, നമുക്ക് ഇറങ്ങണ്ട, കണ്ടാൽ മതിട്ടോ. അതിലേക്ക് ഇറങ്ങിയാൽ ചിലപ്പോ നമ്മളെ തീരുമാനമാവും. അത്രയും നല്ല ഫോഴ്സാണ്. നമ്മളിത് ഇറങ്ങിയിട്ട് മൊത്തം അയച്ച് മാറ്റണം. കുറച്ച് അയച്ച് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഇനി ഇവിടുന്ന് അയച്ച് മാറ്റി തന്നെ വേണം. കയറോടെ അതെ, നമുക്ക് ഈ ഒരു കയറ് മാത്രം മതിയുള്ള ചെറുക്ക. അപ്പോൾ എങ്ങനെയാണ്, അത്യാവശ്യം റിസ്ക് ഉണ്ടാവും ഈ സാധനം എടുക്കാൻ. അടിയിൽ നല്ല ഫോഴ്സാണ്, അടിയിൽ നല്ല അടിപൊളി ഫോഴ്സാണ്. അപ്പം ഇത് വെറുതെ എടുത്തോ, കുറച്ച് താഴത്തുനിന്ന് വള്ളത്തുകൾ എഴുതട്ടാ മകല. വച്ചെടുക്കണം. പിന്നെ ഇനിയാണ് നമ്മൾ കയറിൻ്റെ ആവശ്യം. കിട്ടിയാ ഗതിട്ട് കാണാണ്ട് ഇറങ്ങി പോവാണ്. നീന്താന്ന് പറഞ്ഞേ, നീന്തിക്കണ്ട. അക്കാ കിട്ടിയാ? കീല് ഞെട്ട ഇതിനുള്ളിൽ കയറി കിടക്കണ്ടേ. ഈ മൈക്കുണ്ടെങ്കിൽ നല്ലത് നമ്മൾക്ക് കേൾക്കണേട്ടാ. ഇത് വലിച്ച് ക്ലിയർ ആക്കിയിട്ട് അക്കാ ചെരുപ്പെടുക്കോ. ആ വേണമെങ്കിൽ പോട്ടണ്ടേ കൊപ്പി. നമ്മളിത് വെള്ളം ലോഡാക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായൊരു പണി. ഇതാണ് പണി. ഏമ്പക്കം വരെ വന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന്. ഇനി ഇതിൻ്റെ അടിയിൽ കുറച്ച് പലക ഉണ്ട്, ആ പലക മൊത്തം എടുക്കണം.
ഇതിനിടയിൽ അർപ്പായിട്ട് തോന്നുന്നു കേട്ടാ. ആ പോന്നു സൂപ്പറായി. ഇതിനെ പറ്റി ഊരണ്ടിയെന്നുള്ളത് നിച്ചം ചോത്തോളം ഈ പണിക്ക് വിട്ടാല് പോയി എന്നാ പോയി അവിടുന്ന് പിടിച്ചോണ്ടാ. അക്ക കുപ്പി അല്ല ബോട്ടില് അതൊക്കെ 10 ചാക്ക കൊണ്ടുപോയി 14,000 ഉണ്ടാവും അരമണിക്കൂർ കൊണ്ട്. ഏയ് ഇവിടെ ചാക്ക് കിട്ടുന്നു. അക്ക രാവിലെ വന്നേ, രാവിലെ ഒരുപാടുണ്ടായിരുന്നേ. റിസ്ക് എലമെന്റ് മറ്റേ തിരിഞ്ഞു. നാളെ സ്കൂളില്ലല്ലോ, നാളെ സ്കൂളില്ല. നിങ്ങൾ സ്കൂൾക്ക് പോണ്ടെന്നാ പറഞ്ഞു.